ഞാൻ ഈ ഇടയ്ക്കൊരു ട്രിപ്പ് പോയപ്പം ലേക്ക് ബ്ലഡ് സ്ലൊവേനിയ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് കേക്കാണത്, ലേക്ക് ബ്ലഡ് ക്രീം കേക്ക്. അവിടെ ഒറിജിനേറ്റ് ചെയ്തതാണ് 1953. അപ്പം ലേക്ക് ബ്ലഡിൻ്റെ ഒരു നാഷണൽ സിമ്പിളൊക്കെയാണ് ഈ കേക്ക്. അപ്പം ഞാൻ ലേക്ക് ബ്ലഡ് കാസിലിന് മുകളിലൊരു കഫേയിൽ നിന്നാണ് ഇത് മേടിച്ചത്. അപ്പം ഐലൻഡിൻ്റെ നല്ലൊരു വ്യൂവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഭയങ്കര ഫുള്ളായിട്ട് ഇരുന്നപ്പോഴാണിത് കഴിക്കണത്. അപ്പം ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ബ്ലാൻഡ് അല്ലെങ്കിൽ ഭയങ്കര ബേസിക്കായിട്ട് തോന്നി. കാരണം വെനില കസ്റ്റാർഡ് ലെയറിന് ഞാൻ വിചാരിച്ചത്ര മധുരമൊന്നുമില്ല. ഈ മനുഷ്യരൊക്കെ എന്തിനാ ഇത്ര ഹൈപ്പ് ചെയ്യണമെന്ന് വണ്ടടിച്ചു പോയി. കാരണം ഞാൻ നേരത്തെ പോയ കഫേയിലാണെങ്കിലും 2-3 പേര് വന്ന് ഇത് ടു ഗോ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഹാഫ് കഴിച്ചിട്ട് ഹാഫ് ടു ഗോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിലെടുത്തു. പിന്നെ ലേക്കിൻ്റെ ചുറ്റും നടന്ന് ഒരു മല സോനറ്റ്സൊക്കെ ഹൈക്ക് ചെയ്ത് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം വിശന്നപ്പം ഞാൻ പിന്നെയും ഈ കേക്ക് എടുത്ത് കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ഞാൻ രാവിലെ ഇത് തന്നെയാണോ കഴിച്ചതെന്ന് അത്രയും വണ്ടടിച്ചു പോയി. കാരണം അന്നേരം മറ്റേ ആ വെനിലയുടെ ആ ടെക്സ്ചർ, ലൈക്ക് റിച്ച് ക്രീമി ടെക്സ്ചറും വിപ്പ് ക്രീമിൻ്റെ ലൈറ്റ് എയർ ചെയ്തും പഫ് പേസ്ട്രിയുടെ ഫ്ലേക്കിനെസ്സും എല്ലാം കൂടെ വന്നപ്പം ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അപ്പം തിരിച്ചു പോകുമ്പോൾ ഒരെണ്ണം കൂടെ മേടിച്ചാലോ എന്ന് ആലോചിച്ചു. അത്രയും ടേസ്റ്റ് തോന്നി. ഇങ്ങനെ വെറുതെ നമ്മൾ ഫുള്ളായിട്ടിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റണ ഒരു കേക്കല്ല. നല്ലൊരു ലേക്കിൻ്റെ വ്യൂവിലൊക്കെ നോക്കി സമാധാനമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കേക്കാണത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ലേക്ക് ബ്ലഡ് ഏരിയയിൽ പോകുമ്പോൾ ഈ കേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ കുറച്ച് വിശപ്പൊക്കെ ആയിട്ട് വേണം ട്രൈ ചെയ്യാൻ മാത്രം. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.